രഹസ്യ റിപ്പോർട്ടുകൾ മേശപ്പുറത്ത്. കടകംപള്ളിയെ വെട്ടി നിരത്തി മുഖ്യൻ പിണറായി വിജയൻ. രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM-ൽ വലിയ അഴിച്ചുപണികൾ നടക്കുകയാണ്. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ AK ബാലൻ ശബരിമല വിഷയം CPM-നെ ബാധിക്കില്ലെന്നും അത് UDF-ന് മാത്രമേ തിരിച്ചടിയാവുകയുള്ളൂ എന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുവെങ്കിലും പാർട്ടിക്കുള്ളിലെ ചിത്രം മറ്റൊന്നാണ്. ശബരിമല എന്ന കീറാമുട്ടി ഇത്തവണയും വിനയാകുമോ എന്ന ഭയം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അതിന്റെ ഭാഗമായാണ് 2 ടൈം പൂർത്തിയാക്കിയവർക്ക് സീറ്റില്ലെന്ന കർശന നിലപാടിൽ ഇത്തവണ വൻ ഇളവുകൾ പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MLA-മാരായ 23 പേരിൽ 20 പേർക്കും വീണ്ടും മത്സരിക്കാൻ അനുമതി നൽകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കടുപ്പമേറിയ നിലപാട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മാത്രം പുറത്തേക്ക് നയിക്കുന്നു എന്നതാണ്. രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. ശബരിമല യുവതീ പ്രവേശന കാലത്ത് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സ്വീകരിച്ച നിലപാടുകളും പിന്നീട് അദ്ദേഹം നടത്തിയ ഖേദപ്രകടനവും പിണറായി വിജയനെ അങ്ങേയറ്റം ചൊടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയ രഹസ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കടകംപള്ളിയുടെ സ്ഥാനാർത്ഥിത്വം വിശ്വാസികൾക്കിടയിൽ വീണ്ടും ചർച്ചയാകുന്നത് ദോഷം ചെയ്യുമെന്നാണ്. ഇതോടെ കടകംപള്ളിയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ശബരിമല വിവാദത്തിന്റെ പാപഭാരത്തിൽ നിന്ന് കൈ കഴുകാനാണ് ക്യാപ്റ്റൻ പിണറായിയുടെ നീക്കം. ക്യാപ്റ്റൻ എന്ന ഒറ്റ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകുന്ന CPM-ന് ഇപ്പോൾ പിണറായിയുടെ വാക്ക് അവസാന വാക്കാണ്. ചോദ്യം ചെയ്യുന്നവരെയോ തിരുത്തുന്നവരെയോ വെട്ടിനിരുത്തുന്ന ആ പഴയ ശൈലി കടകംപള്ളിയുടെ കാര്യത്തിലും പിണറായി ആവർത്തിച്ചിരിക്കുകയാണ്. അതേസമയം ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് CPM പടച്ചുവിട്ട ഓരോ നീക്കങ്ങളും ഇപ്പോൾ പാളിപ്പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന VD സതീഷിനെതിരെ പുനർജനി ബോംബ് പൊട്ടിച്ച് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാം എന്ന് കരുതി CPM. എന്നാൽ ആവേശത്തോടെ കൊണ്ടുവന്ന ആ ആരോപണം ഒരു ഓലപ്പടക്കത്തിന്റെ ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് ചീറ്റിപ്പോയത്. സതീശനെ പൂട്ടാൻ നോക്കിയ ഭരണകൂടത്തിന് അത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. സ്വന്തം പാളയത്തിൽ കടകംപള്ളിയെ പോലെയുള്ള കരുത്തരെ പുറത്താക്കിയും അപ്പുറത്ത് സതീശനെതിരെ ചീറ്റിപ്പോയ ആരോപണങ്ങൾ ഉന്നയിച്ചും മുഖ്യമന്ത്രി നടത്തുന്ന ഈ പടയോട്ടം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് ചലനമുണ്ടാക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടുന്നത്. AK ബാലൻ പറയുന്നത് പോലെ ശബരിമല UDF-നെയാണോ അതോ CPM-നെ തന്നെയാണോ ഇത്തവണയും പിടിച്ചുലയ്ക്കാൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കടകംപള്ളിയുടെ ഈ പുറത്താക്കൽ.